അങ്ങോട്ടേക്ക് തന്നെ വെള്ളമുണ്ടോ? ഭയങ്കര വെള്ളമാ. ചേച്ചിയുടെ വീട് എവിടെയാണോ? ഇപ്പൊ എവിടെ പോവാ? ഒന്ന് കട വരെ പോവാ. ആ ഭാഗത്തേക്കൊന്നും കടയില്ല? ഇല്ല, ഒന്നെങ്കിൽ അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ഇവിടെ പോകണം. വീട്ടിലൊക്കെ വെള്ളം കയറിയോ? ഇത് വാതല വരും വെള്ളം. അകത്ത് കയറിയിട്ടില്ല. ഇച്ചിരി കുറവുണ്ട്. മഴ വീണ്ടും ഇപ്പൊ കനക്കും, ഒരു ആശങ്ക. വണ്ടിയെല്ലാം കൊണ്ടുപോയി മേളിൽ കൊണ്ടിട്ടിരിക്കുക. ഇനി ഇറക്കാം, വല്ല ഇതായി കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഇപ്പോൾ വലിയ ഒരു പ്രശ്നം ഈ മഴ, അതായത് മഴ തുടരുന്നതിൽ ആശങ്ക നാട്ടുകാർക്കൊക്കെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ വാതിക്കൽ വരെ വെള്ളം എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരാശ്വാസമുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ മഴ കനക്കുന്നത് കൂടുതൽ വെല്ലുവിളിയാകും മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തെ എന്നാണ് അവർ പറഞ്ഞാലും. ഒരു പ്രദേശവാസിയായ മറ്റൊരു ചേട്ടൻ നമുക്കിപ്പം ചേർത്ത് ചേട്ടൻ്റെ വീട് ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ അകത്തൂടെയാണ് ഇപ്പം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അകത്ത് വെള്ളം കയറിയാണ്, അകത്തൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ കൽക്കെട്ട്, അതായത് ആലുമൂട് മുതൽ അറുപുഴ വരെയുള്ള കൽക്കെട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പകുതി ആശ്വാസമായിരിക്കും. അതുപോലെ ആറിനും തോടുകൾക്കും ആഴം കുറവാണ്. ഇപ്പോൾ വെള്ളം ഉൾക്കൊള്ളാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. ചേട്ടൻ്റെ വീട്ടിലായാലും ഇപ്പോൾ വെള്ളം കയറിയതില്ല. വൈഫൊക്കെയാണ്, എൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ട് പോയേക്കുവാണ്. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിലുള്ളൂ. വീടിൻ്റെ അകത്തൂടെ വെള്ളം ഒഴുകുവാണ്. അകത്ത് ഇപ്പോൾ ഒരുപാട് വെള്ളം കയറിയോ അതോ? മുട്ടിൻ്റെ താഴെ വെള്ളമാണ്. കുറവൊന്നുമില്ല. ഒരു അര ഇഞ്ച് 3/4 ഇഞ്ചോളം കുറവുള്ളതായിട്ടുണ്ടായിട്ടുള്ളൂ. മഴ വീണ്ടും തുടങ്ങി. മഴ കൊടുക്കുന്നതുകൊണ്ട് ഇനി അതിനുള്ള ആശങ്ക കൂടുതലാണ് ഞങ്ങൾക്ക്. വെള്ളം ഇനിയും പൊങ്ങുവാണെങ്കിൽ സാധാരണ സാമഗ്രികളെല്ലാം ഞങ്ങൾ നശിക്കും. ഇവിടുന്ന് ഒരുപാട് പേരൊക്കെ ക്യാമ്പിലേക്ക് ഇവിടെ തൊട്ടടുത്ത് സ്കൂളിൽ ക്യാമ്പുണ്ട്. ക്യാമ്പിലേക്കാണ് ഒരു 130-140 കുടുംബം അവിടെ താമസിക്കുന്നുണ്ട് ഓൾറെഡി. അത് ചെറിയ LP സ്കൂളാണ്. ഹൈസ്കൂൾ തൊട്ടങ്ങപ്പുറമുണ്ട്. അങ്ങോട്ടേക്ക് കൂടുതൽ ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. എന്തായാലും ആശങ്ക തന്നെയാണ്. അതായത് വീട് മുങ്ങിപ്പോവും എന്നുള്ളൊരു ധാരണയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷയാണ് എല്ലാവർക്കും. വെള്ളം കുറയണം, അതാണ് ആവശ്യം. അതായത് വെള്ളം എങ്ങനെയും ജലനിരപ്പ് കുറയണം, അല്ലെങ്കിൽ വെള്ളക്കെട്ട് കുറയണം. എന്തായാലും ഒരുപാട് പേര് ഇപ്പോൾ അവിടെ നടന്നു വരുന്നുണ്ടായിരുന്നു. വെള്ളക്കെട്ട് അങ്ങോട്ടേക്ക് മൊത്തം വെള്ളക്കെട്ടാണോ? നല്ല രീതിയിൽ പ്രളയത്തിനേക്കാളും ഉപരി ഇത്രയും ദിവസം വെള്ളം നിൽക്കുക എന്ന് പറയുന്നത് താഴ്ത്തങ്ങാടിയുടെയൊക്കെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അത് നല്ല രീതിയിൽ വെള്ളം. ഞങ്ങളിപ്പോൾ ടൗണിലോട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവാണ്. പല വീടുകളിലും ഇപ്പോൾ എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ തന്നെ അതിനുള്ള അരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പോകണമെങ്കിൽ തന്നെ ക്യാമ്പിൽ പോയവരൊക്കെ ക്യാമ്പിലേതായ കാര്യങ്ങളൊക്കെ ചെയ്യും. വീട്ടിൽ രോഗികളായിട്ട് കിടക്കുന്നവരൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേരുണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ചില ക്യാമ്പിൽ പോയി ഈ കടപ്പ് രോഗികളൊക്കെ ആയിട്ട് ക്യാമ്പിൽ പോവുകയാണെങ്കിൽ വീട്ടിൽ കിട്ടുന്ന ആ ഒരു ഇതൊന്നുമില്ല. പിന്നെ കട്ടിലൊക്കെ വളരെയധികം രീതിയിൽ ഇഷ്ടി കൊണ്ടോ അങ്ങനെ കട്ട കൊണ്ടോ ഒക്കെ പൊക്കി വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ പടിഞ്ഞാറ മേഖലയിൽ ഈ റോഡ് സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് 100 കണക്കിന് 1000 കണക്കിന് വീടുകളുണ്ട് ഒരുപാട്. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെയൊക്കെ ചില സ്ഥലത്തോട്ടൊക്കെ വള്ളത്തിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതേപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഒരുപാട്. വീട്ടിൽ ഭയങ്കര ദൂരം. ഇപ്പോൾ ഈ വെള്ളം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് ഈ 2 ദിവസം കഴിയുമ്പോൾ വെള്ളം ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് കഴിയുമ്പോൾ ഓരോ വീടുകളിലെയാണ് ഏറ്റവും വലിയ ദുരിതാവസ്ഥ. ഈ വീട് ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ എത്ര പേരുടെ സഹായം വേണമെന്നറിയോ? വീട്ടിലെ ആൾക്കാരെ കൊണ്ട് മാത്രം സഹായിക്കില്ല. അതിനാണ് കൂടുതൽ ആൾക്കാർ വേണ്ടത്. വീട്ടിന്റെ പരിസരത്തൊക്കെ വെള്ളമുണ്ടോ? അല്ലല്ല, ഇപ്പൊ കുറവുണ്ട്, കുഴപ്പമില്ല. ഇന്നലത്തേക്കൊക്കെ ഭയങ്കര ഇവിടെ കലക്കലും പിന്നെ ഓളം തള്ളുമ്പോഴൊക്കെ അങ്ങോട്ട് പോകുന്നു. ഇപ്പൊ അങ്ങോട്ടേക്ക് പോവാ? അങ്ങോട്ട് ടൗണിലോട്ട് തന്നെ പോകും. മേടിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയത്. അപ്പോൾ വലിയൊരു ദുരിതം തന്നെ ആളുകൾക്കുണ്ട്. കാരണം പറഞ്ഞാൽ ഈ തുടർച്ചയായിട്ട് വെള്ളം ഇങ്ങനെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ മറ്റ് ജീവിക്കാനായിട്ടുള്ള ഉപജീവന മാർഗത്തിനുള്ള കാര്യങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിലെ സാധന സാമഗ്രികൾ മേടിക്കാൻ തന്നെയായാലും കടകളൊന്നുമില്ല. അപ്പോൾ ആ സാധനങ്ങൾക്കായി പോകണമെങ്കിൽ തന്നെ കടയിൽ എത്തണമെങ്കിൽ തന്നെയായാലും ഈ വെള്ളക്കെട്ട്, അതായത് കിലോമീറ്ററോളമുള്ള ഈ വെള്ളക്കെട്ട് അടക്കം താണ്ടി വേണം എത്താനായിട്ട്. അപ്പോൾ അതിൻ്റെ ദുരിതം ഈ താഴ്ത്തങ്ങാടിക്കാർക്ക് ഒഴിയുന്നില്ല. എന്തായാലും ഒരു ആശ്വാസം, അല്ലെങ്കിൽ ഇടവിട്ട ഒരു മഴ വന്നത്, മഴ കുറഞ്ഞതിലൊരു നേരിയ ആശ്വാസം രാവിലത്തെ അല്ലെങ്കിൽ ആദ്യ മണിക്കൂറുകൾ ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് കോട്ടയം ജില്ലയിലുള്ളത്. അതിന്റെ ആശങ്ക ഈ പ്രദേശവാസികൾക്ക് ഒട്ടാകെയുണ്ട്. ശ്യാമിലി. ശരി, ജോയ് മോനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് എന്തായാലും ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. പക്ഷേ വെള്ളം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുമില്ല. ജോയ് മോനാണ് അവിടെ നിന്നും തൽസ്ഥിതി വിവരങ്ങളൊക്കെ നൽകിയത്.